ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയും ഭാമയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണല്ലോ. ചന്ദ്രമതിക്ക് എന്ത് വിഷമം വന്നാലും എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കുന്നത് നമ്മുടെ ഭാമയാണ് കേട്ടോ. ചന്ദ്രമതിയുടെ അത്രയും മനസാക്ഷി ഇല്ലാത്ത ആളാണെങ്കിലും കുറേ കാര്യത്തിനൊക്കെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിനൊക്കെ ഭാമയ്ക്ക് ഒരു മനസ്സലിവുണ്ടെങ്കിലും എന്നാൽ ചന്ദ്രമതി ഓർത്തിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഭാമയുടെ ആ ഒരു സത്യം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചന്ദ്രമതിക്ക് എല്ലാത്തിനും കൂട്ടി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ ഭാമയുടെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചോടിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ അവർ തമ്മിൽ തൽക്കാലത്തേക്കിനൊന്ന് വേർപിരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഭാമയുടെ വീട്ടിലാണല്ലോ നമ്മുടെ ചന്ദ്രമതി ഡാൻസ് ക്ലാസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഡാൻസ് ക്ലാസ് പൊളിഞ്ഞു പോയിട്ട് വീണ്ടും ഒരു യോഗ ക്ലാസ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ചന്ദ്രമതിയുടെ സ്വന്തം വീട് പോലെ കണ്ടിട്ട് ഭാമയുടെ വീട്ടിലാണ് കേട്ടോ നടത്തിയിരുന്നത്. ഭാമ അതിനെല്ലാം സപ്പോർട്ടും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ ഭാമ ഒരു രൂപ പോലും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല. ആ വീട്ടിലെ സർവ്വ അധികാരത്തോടും കൂടി തന്നെയാണ് നമ്മുടെ ചന്ദ്രമതി അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെ നമ്മുടെ ഭാമയുടെ വീട്ടിൽ ഇപ്പോൾ ചന്ദ്രമതിയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ യോഗ ക്ലാസ്സിന് അവരുടെ ഒരു ഏജുള്ള ഒരു ആളും വരുന്നുണ്ട്. ഒരു ശിവൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അയാൾ നമ്മുടെ ഭാമയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാവുന്നുണ്ട്. അവർ നന്നായിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല. ചന്ദ്രമതി അവരെ നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണും കൊണ്ടാട്ടോ. ഇവർ തമ്മിൽ സ്നേഹമാണെന്നും മറ്റെന്തോ അവിഹിത ബന്ധമാണെന്നും ഒക്കെയുള്ള രീതിയിലാണ് ചന്ദ്രമതി അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെ ഈ പറയുന്ന ആളുണ്ടല്ലോ, അയാൾ ഒരു കഥ എഴുതുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം അയാൾ കഥ എഴുതിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അയാളാണെങ്കിൽ ഈ കുട്ടികളുടെ ഒരു ഗുണപാഠ കഥകളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കായിട്ടുള്ള അങ്ങനെയുള്ള കഥകളൊക്കെയാണ് എഴുതുന്നത്. അത് എഴുതി കൊണ്ടുവന്നിട്ട് ഈ യോഗ ക്ലാസ്സിൽ വരുമ്പോൾ അതിരുന്ന് നമ്മുടെ ഭാമ വായിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ആ കഥകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിക്ക് ഇതങ്ങോട്ട് ഒട്ടും സുഖിക്കുന്നില്ല. ഈ സമയം നമ്മുടെ പൂവും കൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ ആ കഥ ഒരിക്കൽ വായിക്കാൻ ഇടയാവുന്നു. അങ്ങനെ രേവതി ആ കഥ വായിച്ചതിന് ശേഷം അവരോട് പറയുന്നുണ്ട്, സാർ എന്തായാലും നിങ്ങളുടെ ഈ കഥ ഒരുപാട് എനിക്ക് ഇഷ്ടമായി. നിങ്ങളുടെ ഇത്രയും മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് വഴിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏണിങ്സോ വരുമാന മാർഗവും ആകും, അത് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും ആവും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി അവർക്കൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ശിവനും ഭാമയും കൂടിയിട്ട് അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാമയാണെങ്കിൽ ആ കഥ വായിക്കുകയും ഇയാൾ ആ സ്റ്റോറി എഴുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാമയുടെ ആ യൂട്യൂബ് ചാനൽ നല്ല ലെവലിൽ വളരുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല റെസ്പോൺസൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല കമൻറ്റുകളും ഒക്കെ കിട്ടുന്നതോട് കൂടിയിട്ട് ഭാമയും അയാളും കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ഈ വീടിനുള്ളിൽ തന്നെ ഇരുന്നിട്ടാണല്ലോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അവരൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും പുറത്തു പോയിട്ട് നല്ല അറ്റ്മോസ്ഫിയറിലൊക്കെ ഈ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം കുട്ടികൾക്ക് കുറച്ച് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. കൂടുതൽ വീഡിയോസിന് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് പോകാനായിട്ട് ഈ ശിവനും ഭാമയും കൂടി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീഡിയോ എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയാണ്. അങ്ങനെ ഊട്ടിയിലേക്ക് പോകാനായിട്ട് ശിവനും ഭാമയും കൂടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. ഈ സമയം ഭാമ വന്നിട്ട് ഈ കാര്യം നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതിയുടെ തിരിഞ്ഞ ബുദ്ധിയാണല്ലോ. ചന്ദ്രമതി ചിന്തിച്ചെടുക്കുന്നത് ഇവർ ഊട്ടിയിലേക്കാണല്ലോ പോകുന്നത്, അപ്പോൾ ഒരിക്കലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവര് മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് അവർ ഊട്ടിയിലേക്ക് പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് ഇവരുടെ യാത്ര മുടക്കണം, എങ്ങനെയെങ്കിലും അവരെ പോകാൻ അനുവദിച്ചുകൂടാ എന്നിങ്ങനെ ചന്ദ്രമതി തീരുമാനിക്കുന്നുണ്ട്.
അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാമയാണെങ്കിൽ ചന്ദ്രമതിയാണെങ്കിൽ ഭാമയുടെ മകനാണെങ്കിൽ വിദേശത്താണ് കേട്ടോ. വിവാഹം കഴിച്ചിട്ട് അമ്മയെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഇവിടെ തനിച്ചാക്കിയിട്ട് അവർ ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് വിദേശത്ത് താമസിക്കുകയാണ്. ആ മകനെ വിളിച്ചിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ഇതുപോലെ ഭാമയ്ക്ക് മറ്റൊരു അവിഹിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു എരികേറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഭാമയുടെ ഉദ്ദേശം തൽക്കാലം ഇവരെ രണ്ടുപേരെയും എന്നേക്കുമായിട്ട് വേർപെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചന്ദ്രമതി വിളിച്ചിട്ട് ആ മകനോട് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് അപകടമാണ്, അത് തെറ്റായ റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചന്ദ്രമതിയാണെങ്കിൽ ചന്ദ്രമതിയുടെ മറ്റൊരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതിയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊനഷ്ട ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ ഭാമയുടെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഗൂഢാലോചനകളൊക്കെ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റൊരു കൂട്ടുകാരെയും കൂട്ടി വരുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ മകൻ ആദി ഉണ്ടല്ലോ, ആദ്യ ശ്രുതിയുടെ മകനാണെന്നറിയാതെ തന്നെ സച്ചിയും രേവതിയും കൂട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ആദിനെ ചന്ദ്രോദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ ആദിനെ അവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തയക്കേണ്ടത്, അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടതെന്നുള്ളതിനാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയും ചന്ദ്രമതിയുടെ മറ്റൊരു കൂട്ടുകാരെയും കൂട്ടി ഭാമയുടെ വീട്ടിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഭാമയാണെങ്കിൽ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചന്ദ്രൻ, നീ ഇത്രയും നാള് ചെയ്തതിനെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു കൊച്ചുകുട്ടിയുടെ കാര്യമാണ്. അവനെ അവിടെ നിന്ന് പുറത്തയക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നിനും കൂടിയില്ല. എനിക്ക് ഈ ചർച്ചയിൽ സംസാരിക്കാനോ ഉദ്ദേശമില്ലെന്ന് ഭാമ തീർത്ത് പറയുന്നുണ്ട്. അതിനുശേഷമായിട്ട് ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയോടാണ് പോരാടാൻ ഒരുങ്ങുന്നത്. നീ ഇപ്പോഴും ചെറിയ കുട്ടികളുടെ മനസ്സുമായിട്ടാണ് നടക്കുന്നത്. എന്തായാലും അവനൊരു കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ഭാമേ, ഞാനല്ല ഇപ്പോൾ ചെറിയ കുട്ടികളുടെ മനസ്സുമായിട്ട് നടക്കുന്നത്. നീയാണിപ്പോൾ ചെറുപ്പക്കാരായി ആണെന്ന് ഓർത്തിട്ട് അഴിഞ്ഞടി ഇങ്ങനെ നടക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഭാമയപ്പ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ എന്താ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. നിന്റെ ആട്ടം എന്താണെന്നുള്ളത് ഇപ്പൊ നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ടല്ലോ. ഒരു കഥ പറയാനെന്നും പറഞ്ഞിട്ട് ഒരുത്തന് കൂടെ കറങ്ങി നടക്കുന്നതും അവനുമായിട്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടാണല്ലേ ഇരിക്കുന്നത്. അത് ഞാനായിട്ട് അല്ലല്ലോന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ഭാമ ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഭാമ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, മതി ചന്ദ്രൻ, നീ നിർത്തിക്കോ. ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ ക്ഷമിച്ചു. പിന്നെ തെറ്റായ കണ്ണുകൊണ്ട് നോക്കി കണ്ടാൽ എല്ലാം തെറ്റ് തന്നെയായിട്ട് നിനക്ക് കാണും. എന്തായാലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതിനകത്ത് എൻ്റെ കാര്യത്തിനകത്ത് ആരും ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഭാമ അവിടെ നിന്ന് അങ്ങ് എഴുന്നേക്കാണ്. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഭാമയുടെ വായിൽ നിന്ന് അത്രയും കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതി ആകെ അങ്ങ് അപ്സെറ്റായി പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ ഭാമയ്ക്കും കരച്ചിലൊക്കെ വന്നിട്ട് ഭാമയും കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ഭാമയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പൂജാമുറിയിൽ പൂ വെക്കുന്നത് നമ്മുടെ രേവതിയാണല്ലോ. അങ്ങനെ പൂവായിട്ട് രേവതി വരുന്നുണ്ട്. രേവതി വരുമ്പോൾ തന്നെ ചന്ദ്രമതി പെട്ടെന്ന് മാറി നിന്നിട്ട് പറയുന്നുണ്ട്, ഓ, വന്നിട്ടുണ്ടല്ലോ ഹീറോയുടെ ഭാര്യ. ഇത് രണ്ടെണ്ണം കാരണമാണ് എനിക്ക് വീട്ടിൽ സമാധാനം ഇല്ലാത്തത്. ഇപ്പോൾ ഒരു ചെറുതിനെയും കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതിയെ കാണുമ്പോഴേക്കും കണ്ണൊക്കെ തുടച്ചിട്ട് ഭാമ ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ രേവതി, നീ പൂജാമുറിയിൽ കൊണ്ടുപോയി ആ പൂ വെച്ചേരെ. അങ്ങനെ രേവതി പൂ വെച്ചിട്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും ഭാമയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താ ആൻറ്റി എന്താ കരയാണോ, കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ ഭാമ പറയുന്നുണ്ട്, ഓ, എന്തു പറയാനാ മോളെ, ഈ ചന്ദ്രയുടെ വായിൽ നിന്ന് ഓരോന്ന് ഇറങ്ങുന്നത് കേട്ടാല് മനുഷ്യൻ സഹിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ വീണ്ടും ഇങ്ങനെ കണ്ണു തുറയ്ക്കാണ്. ആൻറ്റി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നും കരഞ്ഞിരിക്കാനേ സമയമുണ്ടാകൂ. പിന്നെ അമ്മയ്ക്ക് എപ്പോൾ എവിടെ എന്തു പറയണമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഒരുമാതിരി പുച്ഛിച്ച് മുഖം വെച്ചോണ്ട് അവിടെ നിപ്പുണ്ട്.
ഈ സമയം ശിവനാണെങ്കിൽ ഒരു പുതിയ കഥ എഴുതിയതുമായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. വാമേ, ഞാൻ പുതിയൊരു കഥ എഴുതിയിട്ടുണ്ട്, നീ വായിച്ചു നോക്ക്, നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ആ കഥ മേടിച്ചിട്ട് ഭാമി അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാമയുടെ മകനുണ്ടല്ലോ, വിദേശത്താണെന്ന് പറഞ്ഞ് ആ മകന് വീട്ടിലേക്ക് കയറി അങ്ങ് വരുവാണ്. അങ്ങനെ ആ മകൻ വരുന്ന സമയത്ത് മകനെ കാണുന്നതും ഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആഹാ മോനെ, നീ സർപ്രൈസ് ആയിട്ട് വന്നല്ലോ, നീ എന്താ ഒരറിയിപ്പില്ലാതെ ഒരുപാട് നാളായിട്ട് കാണുവാണല്ലോ, ഈ അമ്മയ്ക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഭയങ്കരമായിട്ട് മകനെ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. എന്നാൽ മകന്റെ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ചന്ദ്രമതിക്കാണെങ്കിൽ കാര്യമെല്ലാം അറിയാവുന്ന മട്ടില് ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ വിദേശത്തൊരു മകനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, എൻ്റെ മകനാണിത് എന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രേവതിയും പറയുന്നുണ്ട്, ആഹാ ഭാമാൻറ്റിയുടെ മകനാണോ, ആൻറ്റി എപ്പോഴും പറയാറുണ്ട് നിങ്ങളെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാമയാണെങ്കിൽ വീണ്ടും മകന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ് കേട്ടോ. സിദ്ധാർത്ഥിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, എടാ മോനെ, എന്തായാലും നീ വന്നത് എനിക്ക് ഒരുപാട് സർപ്രൈസ് ആയിട്ടുണ്ട്, എന്തായാലും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മകന്റെ കയ്യിൽ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ഈ മകനാണെങ്കിൽ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഞാൻ വന്നത് നിങ്ങൾക്ക് സർപ്രൈസ് ആണോ അതോ ഷോക്കിംഗ് ആണോ എന്ന് ചോദിക്കുകയാണെ. നീ എന്താടാ പറയുന്നത്, നീ വന്നതിന് ഞാൻ എന്തിനാ ഷോക്കാവുന്നത്? ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അമ്മ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അമ്മയ്ക്കൊരു മകൻ ജീവനോടെ ഉണ്ടെന്ന് പോലും മറന്ന മട്ടിലാണല്ലോ അമ്മയുടെ പോക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, എടാ നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയല്ലേ, എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അതെ, ഞാനല്ലല്ലോ ഇപ്പൊ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കളികളല്ലേ ഇപ്പൊ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഇരിക്കുന്ന ആളായിരിക്കും അല്ലേ അമ്മയുടെ കൂടെ കഥ പറയുന്ന ആള്, ഞാൻ കാണാറുണ്ട്, ലാസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം പുച്ഛത്തോട് കൂടിയിട്ട് ആ മകൻ സംസാരിക്കുന്നുണ്ട്. എന്നാ ഭാമ ചോദിക്കുന്നുണ്ട്, എടാ സിദ്ധാർത്ഥെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പൊ അമ്മയ്ക്ക് തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ആ ശിവന്റെ അടുത്തേക്ക് ചെന്നിട്ട് വീട്ടില് തനിയെ താമസിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ കഥ പറച്ചിലും കഥ എഴുത്തും ഒക്കെ വേണമല്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കോളർ പിടിച്ചങ്ങ് പൊക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാമ ചെന്നിട്ട്, മോനെ സിദ്ധാർത്ഥെ, നീ എന്തേ കാണിക്കുന്നത്, നിനക്ക് എന്താടാ പറ്റിയെന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഓ ഞാൻ ചെയ്യുന്നതിനാണോ അമ്മയ്ക്ക് ഇപ്പൊ തെറ്റ്? ഇത്രയും പ്രായമാകുമ്പോൾ സാധാരണ ആളുകൾക്ക് പക്വതയും വിവരവും വരും എന്ന് നിങ്ങൾ പ്രായമാകുമ്പോൾ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് ചേനിങ്ങനെ വെക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മാമയ്ക്ക് അങ്ങ് ഭയങ്കര സങ്കടവുമാണ്. എടാ സിദ്ധു, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആകെ അങ്ങ് കരയാൻ നിൽക്കുകയാണ് കേട്ടോ. സിദ്ധാർത്ഥാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുമാണ്. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ രേവതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സച്ചിയെ ഫോൺ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ, ഭാമയാൻറ്റിയുടെ വീട്ടില് അല്പം ഇഷ്യൂ ആണെന്ന് പറയാണ്. എന്താ രേവതി എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയാതെ സച്ചിയേട്ടൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ സമയം സിദ്ധാർത്ഥാണെങ്കിൽ ശിവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾക്ക് വീട്ടിൽ ഭാര്യയും മക്കളും ഒന്നുമില്ലേ, എന്തിനാ കഥ എഴുതണം കഥ പറയണം എന്നും പറഞ്ഞ് എൻ്റെ അമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ലോകം മൊത്തം ചുറ്റിക്കറങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രയുടെ ഇടയിൽ കയറി പറയുന്നുണ്ട്, ആ അത് തന്നെയാ മോനെ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കഥ പറയാനാണെന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാണെന്ന്. നീ ചോദിച്ചാലേ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടൂന്ന് പറയുന്നുണ്ട്. എന്നാ ഭാമ പറയുന്നുണ്ട്, സിദ്ധു നീ എന്റെ വാക്കുകള് അതിര് കടക്കുന്നുണ്ട്. എന്താമ്മേ, ഞാൻ പറയുന്നതാണോ പ്രശ്നം? ഇവിടെ നടക്കുന്നതൊന്നും പ്രശ്നമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാളെ പോലെ ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്, തനിയെ വീട്ടിലെ താമസിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്നിട്ട് കഥ പറയലും കഥ എഴുതലും ഒക്കെ ഇങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ഭാമ പറയുന്നുണ്ട്, സിധു ഇദ്ദേഹം ആരാണെന്ന് അറിയാതെയാണ് നീ സംസാരിക്കുന്നത്, നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്.
ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് രേവതി പറയുന്നുണ്ട്, വേണ്ട സിദ്ധാർത്ഥ്, നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ. എന്നാൽ രേവതിയുടെ വായടപ്പിക്കാനായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ രേവതി, അവരമ്മയും മകനും തമ്മിലുള്ള പ്രശ്നമാണ്, നീ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വലിയ ആളാവാൻ നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് രേവതിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വീണ്ടും ഭാമ പറയുന്നുണ്ട്, സിദ്ധു, നീ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എന്തറിയാതെ സംസാരിക്കുന്നു എന്നാ? എന്താ, ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുമെന്ന് അമ്മ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഈ പ്രായത്തില് പ്രേമം മണ്ണാങ്കട്ടെന്നും പറഞ്ഞിങ്ങനെ ലോകം ചുറ്റാനായിട്ട് നിങ്ങൾക്ക് നാണോ ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഭാമ കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ് വീണ്ടും ഇങ്ങനെ വായിൽ തോന്നുന്ന അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഈ പ്രായമായിട്ടും എന്നെക്കുറിച്ച് ഒരു ചിന്തയെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് ഈ പ്രായമായിട്ടും ഇത്രയ്ക്ക് അങ്ങ് പ്രേമിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണേ. അങ്ങനെ സാഹി കേട്ടിട്ട് മകന്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് നല്ല ഒരടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഭാമ ചെയ്യുന്നത്. ഇനി നീ ഒരക്ഷരം വാ തുറന്ന് സംസാരിച്ചാൽ ഞാൻ ഇനി ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് പോലും നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് വീണ്ടും പറയുന്നുണ്ട്, ആഹാ, ഈ പ്രായത്തിൽ അമ്മ ചെയ്തു കൂട്ടുന്നതിനൊന്നും പ്രശ്നമില്ല, അത് ഞാൻ ചോദ്യം ചെയ്തതാണോ പ്രശ്നമായെന്നേ. അതുകൂടെ കഴിയുമ്പോഴേക്കും ഭാമയുടെ കൺട്രോൾ തീർത്തും അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങ് പൊതിരെ തല്ലുന്നുണ്ട്, മകനാണെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാമ നല്ല രീതിയിൽ പുറവും മുഖവും ഒക്കെ നോക്കി അങ്ങ് അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഭാമ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളായിട്ട് നിന്റെ അമ്മ ജീവനോട് ഇരിപ്പുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ഒരു നേരം അന്വേഷിക്കാത്ത നീ ഇപ്പോൾ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നോട് ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വീണ്ടും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഇത് കണ്ടോ, ഇപ്പൊ ഈ മനുഷ്യന് വേണ്ടിയിട്ട് അമ്മ എന്നെ തല്ലുക വരെ ചെയ്തില്ലേ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ഇത് കുറേ നേരം കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന ശിവൻ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, മോനെ, നിന്റെ വാക്കുകളൊന്നും ശരിയല്ല, കുറച്ചൊക്കെ ഡീസൻസി കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ടേ. ആരാ ഡീസൻ്റ് ആയിട്ട് പെരുമാറേണ്ടത്? നിങ്ങളല്ലേ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നേന്നൊക്കെ ശിവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടേ. ഭാമ പറയുന്നുണ്ട്, സിദ്ധു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് കരയാണ് കേട്ടോ. നിനക്ക് എന്താ മോനെ പറ്റിയത്? ആര് നിന്നോട് ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു തന്നേന്ന് ചോദിച്ച് ഭാമ ഇങ്ങനെ സിദ്ധുവിനെ പിടിച്ചിട്ട് കരയാണ്. ഈ സമയം നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. സച്ചി ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ദേ അമ്മ എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത് പോലെ ചീപ്പ് നാടകമൊന്നും എൻ്റെ മുമ്പിൽ കാണിക്കണ്ട. ഇതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. അമ്മയ്ക്ക് വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് മൊത്തം പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ആളുകളുടെ മുമ്പിൽ വീഡിയോ എടുത്തും കൂടി കാണിക്കുന്നത്? എന്നിട്ട് ഇയാള് ഇവിടെ തന്നെയാണോ ഇപ്പോൾ സ്ഥിരം താമസം? ഇവിടെ എങ്ങും പോരാഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ട്രിപ്പ് ഊട്ടിക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറയുകയാണേ. എന്നാ ഭാമ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ അത് കേട്ടപാടെ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ് ചെയ്യേണ്ടത്. സത്യം നീ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട. അമ്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന അമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഉണ്ടല്ലോ, ചന്ദ്ര ആൻറ്റി തന്നെയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയെ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ഭാമയാണെങ്കിൽ ചന്ദ്രനെ ഒറ്റ നോട്ടം അങ്ങ് നോക്കുന്നുണ്ട്. എന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ ചന്ദ്ര ആൻറ്റി ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അമ്മയോട് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടും ചന്ദ്ര ആൻറ്റിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഇനിയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്ന കരുതിയിട്ടാണ് ചന്ദ്ര ആൻറ്റി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതെന്ന് പറയുകയാണേ. അങ്ങനെ ഭാമയാണെങ്കിൽ ചന്ദ്രയുടെ നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ. ചന്ദ്രേ, സത്യമാണ് ഇവൻ പറയുന്നത്. നീയാണോ ഇവനോട് ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ പറഞ്ഞത്? ദേ നോക്കു ഭാമേ, ഞാനാണ് പറഞ്ഞത്. അത് വേറൊന്നും കരുതിയിട്ടില്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇയാളുണ്ടല്ലോ, ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇയാൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ നിന്റെ മകൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് സമാധാനം പറയേണ്ടത്? അപ്പോൾ ഈ ആപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്റെ മകനോട് വിളിച്ചു പറഞ്ഞത്, അല്ലാതെ നിന്നെ ഒരു ഒറ്റ കൊടുത്തതൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. എന്നാൽ സച്ചി അപ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഓ, അപ്പൊ ഈ മാസ്റ്റർ പീസിന് മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ളത് നമ്മുടെ മാസ്റ്റർ തന്നെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട്, ആന്റി എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്നിട്ട് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സിദ്ധാർത്ഥെ, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇപ്പൊ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വിദേശത്ത് അങ്ങ് അടിച്ചു പൊളിക്കുവാണല്ലേ?
സ്വന്തം അമ്മേനെ ഒറ്റക്കിട്ടിട്ട് ഒരു പെണ്ണിനെ കിട്ടിയപ്പോഴേക്കും ആ അമ്മ ജീവനോടെ ഉണ്ടോന്ന് പോലും അന്വേഷിക്കാതെ ഓടിപ്പോയ മകനല്ലേ നീ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ദേ നോക്ക് സച്ചി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണ് നീ സംസാരിക്കുന്നത്. എന്നാൽ സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് എന്ത് കാര്യം അറിഞ്ഞിട്ടാണെന്നാ നീ പറയുന്നത്? ഈ നിന്റെ അമ്മയുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, സമയത്ത് ഉറങ്ങുന്നുണ്ടോ, എന്തിന് അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, അവരെന്ത് മരുന്നാ കഴിക്കുന്നെങ്കിലും ഒരേ ഒരു മകനായ നിനക്കറിയാവോ? ഇത് വല്ലതും നീ അന്വേഷിക്കാറുണ്ടോ? നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും വല്ലപ്പോഴെങ്കിലും നീ ഈ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്നിട്ടിപ്പോ എന്തോ കാര്യം പറഞ്ഞ് എൻ്റെ അമ്മ ഫോൺ ചെയ്തപ്പോ അത് കേട്ടിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്നിരിക്കുകയാണല്ലേ നീ? എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ സജി, ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടോ? ഇവൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞാനല്ലേ മറുപടി പറയേണ്ടത്? ഇത് കേട്ടുകൊണ്ട് ശിവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. മാസ്റ്റർ, അതിനിപ്പോ ഇവിടെ വേറൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്കി ജെന്റിൽമാൻ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് സ്വന്തം അമ്മ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ലാന്നേ. എന്നാ നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റയൊരുത്തനാന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ ശിവന്റെ കോളറിനങ്ങ് പിടിക്കുകയാണ്. എന്നാൽ ഇടയിൽ കയറിയിട്ട് സച്ചി അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. എന്നാൽ സിദ്ധാർത്ഥിന്റെ കൂടെ രണ്ട് കൂട്ടുകാരും കൂടി വന്നിട്ടുണ്ട്. അവരിങ്ങനെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വരാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒറ്റയൊരെണ്ണം ഇയാളുടെ മേത്ത് തൊട്ടു പോയിട്ടുണ്ടെങ്കിൽ വന്ന രീതിയിൽ നീയൊന്നും തിരിച്ചു പോയില്ലാന്നേ. ഇപ്പോഴേക്കും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, സച്ചി നീ എന്താ പറയുന്നത്? ഈ പ്രായത്തിൽ ഈ പെണ്ണുങ്ങൾ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കണ്ടിട്ട് ആരും ചോദിക്കാനും പറയാനും പാടില്ലെന്നാണോ? എന്നാൽ സച്ചി പറയുന്നുണ്ട്, നീ ഒരു മകനാണോടാ? സ്വന്തം പെറ്റ അമ്മയെ കുറിച്ചിട്ടാണോടാ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ദേ നോക്ക്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സ്വന്തം അമ്മയെക്കുറിച്ച് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ലായിരുന്നു. നിനക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടാവും. അതും പോട്ടെ, ഇത്രയും നാളായിട്ട് കയ്യിൽ നിറയെ കാശും പണവും ഒക്കെ വന്നപ്പോൾ സ്വന്തം അമ്മയെ പോലും നീ മറന്നുപോയോ? നിന്റെ വായിൽ തോന്നിയതൊക്കെ നീ നിന്റെ അമ്മയെ പറഞ്ഞില്ലേ? അവരുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. നിന്നെപ്പോലെയുള്ള മക്കളുള്ളത് കാരണമാണ് ഒരുപാട് അച്ഛനും അമ്മമാരും വൃദ്ധസദനങ്ങളിൽ പോയി കിടക്കേണ്ടി വരുന്നത്. എന്നാൽ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, വേണ്ട സച്ചി, നിങ്ങൾ ഇതിനകത്ത് കയറി ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്നേ. സച്ചി പറയുന്നുണ്ട്, ഏതാടാ നിന്റെ കുടുംബ പ്രശ്നം? ഇത് നിന്റെ കുടുംബമാണെന്ന് നിനക്ക് വല്ല ചിന്തയുണ്ടോ? നിന്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം നിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഭാമി ആന്റി വളർത്തിയെടുത്തത്? അതിനെക്കുറിച്ച് നീ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചെറുപ്രായത്തില് ഭർത്താവ് പോലും ഇല്ലാതെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തി വലുതാക്കിയത്. എന്നിട്ട് നീ വിവാഹം കഴിച്ച് അവള് പറയുന്ന വാക്കും കേട്ടിട്ട് നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയവനല്ലേ നീ? എന്നിട്ടാണോ നീ ഇവിടെ വന്ന് ഇത് കുടുംബ മഹാത്മ്യം പറയുന്നത്? നിനക്ക് നാണം ഉണ്ടോടാ? സ്വന്തം പെറ്റ അമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് സച്ചി. ഇത് കണ്ടിട്ട് ഭാമ പെട്ടെന്ന് വന്നിട്ട് കരഞ്ഞോണ്ട്, സച്ചി വേണ്ട മോനെ, അവനെ അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുകയാണ് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഇത് കണ്ടോടാ, ഇതാണ് ഒരമ്മ മനസ്സെന്ന് പറയുന്നത്. നീ അവരെ കുറിച്ച് വായിൽ തോന്നി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, എന്നാലും നിനക്കൊരു അല്പം നോവെന്ന് കണ്ടപ്പോ അവരെ കരഞ്ഞുകൊണ്ട് ഓടി വന്നത് കണ്ടില്ലേ? ഇതാണടാ പെറ്റ അമ്മയുടെ മനസ്സെന്ന് പറയുന്നത്. ഇതൊന്നും പറഞ്ഞാലേ നിന്നെ പോലുള്ളവന്മാർക്കൊന്നും മനസ്സിലാകില്ല. രേവതി അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തായാലും ആരെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് നീ ഒരിക്കലും അമ്മയെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ഭാമേന്റെ ആണെങ്കിൽ എപ്പോഴും ഒരു കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. ആരെയും നോവിക്കണമെന്ന് പോലും ഇല്ലാത്ത ഒരു മനസ്സാണ് ഭാമേന്റിക്കുള്ളത്. എന്നിട്ടും നിനക്കെങ്ങനെയാ ഇങ്ങനത്തെ സ്വഭാവമായി പോയതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി, അതെങ്ങനെയാ ഭാമി ആന്റിയുടെ ഗുണം ഇവന് കിട്ടുന്നത്? അവനെ ഗുണം കിട്ടേണ്ടയും സ്വഭാവം കണ്ടുപിടിക്കേണ്ടയും പ്രായത്തിൽ തന്നെ അമ്മയുടെ പണം മൊത്തം മേടിച്ചോണ്ട് അവനവന്റെ പെണ്ണുപിള്ളയുടെ പുറകെ പോയവനല്ലേ? പിന്നെ അവനെങ്ങനെയാ ആ ഗുണം കിട്ടുക? പിന്നെ നിനക്കൊരു നാണം ഉണ്ടോടാ? സ്വന്തം അമ്മയെ കുറിച്ച്, അതും രണ്ട് ഫ്രണ്ട്ഷിപ്പ്, നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? എൻ്റെ അമ്മയാണെങ്കിൽ അവർക്ക് ബുദ്ധിയില്ലെന്ന് വിചാരിക്കാം. അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് കരുതിയിട്ട് അത് കേട്ടപാടെ അവൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാനായിട്ട് വന്നേക്കുന്നു. എന്നാൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ പ്രശ്നം എന്താ? അവനവൻ്റെ അമ്മയല്ലേ ചോദ്യം ചോദിക്കുന്നത്, പിന്നെ അതിൻ്റെ ഇടയിൽ നിനക്കെന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്,
രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അമ്മേ, ഈ അമ്മയുടെയും മകന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു സംശയം വരാൻ തന്നെ കാരണം അമ്മ ഒറ്റയൊരുത്തിയാണ്. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എടി, നീ നിന്റെ വായും വെച്ചുകൊണ്ട് അടങ്ങിയിരുന്നോണം. ദേ അമ്മേ, ചുമ്മാ കിടന്നുകൊണ്ട് വായടിക്കല്ലേ. എൻ്റെ വായടിപ്പിക്കാനായിട്ട് അമ്മ ഇപ്പം നോക്കണ്ട. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ദേ ഭാമ ആൻറ്റി നിങ്ങളുടെ നല്ലൊരു സുഹൃത്തല്ലായിരുന്നോ? അവരും ആ മാഷും കൂടിയിട്ട് ഒരു നല്ല കഥകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതിലെ എത്രത്തോളം കുട്ടികൾ അതിനകത്ത് കേൾക്കുന്നു, ഇൻസ്പയർ ആകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എന്നാൽ നിങ്ങൾ എന്താ ചെയ്തത്? ആ സമയത്ത് ഭാമ ആൻറ്റിയുടെ പേരിൽ അപവാദ കഥകൾ പറഞ്ഞു പടുത്തുവാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്നെ ഭരിപ്പിക്കാൻ വരുന്നോ? നീ എന്തിനാ എൻ്റെ അടുത്ത് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത്? അമ്മ ചുമ്മാ കിടന്ന് ഒച്ചയിടണ്ട. ഭാമ ആൻറ്റി അമ്മയുടെ നല്ല സുഹൃത്താണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് ആ ഭാമ ആൻറ്റിയുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ ഭാമ ആൻറ്റിയുടെ എന്തോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ദേ അമ്മേ, ഞാൻ സംസാരിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അമ്മ എന്തായാലും ഭാമ ആൻറ്റിയുടെ നല്ലൊരു സുഹൃത്തായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഭാമ ആൻറ്റിക്ക് ഒരു നല്ല ഫ്രണ്ടല്ല, നിങ്ങൾക്കൊരു നല്ല സുഹൃത്താണെന്ന് പറയാൻ പോലുമുള്ള യോഗ്യതയില്ലെന്നൊക്കെ ഇങ്ങനെ രേവതി നമ്മുടെ ചന്ദ്രമതിയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഭാമയാണെങ്കിൽ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കി തറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി പെട്ടെന്ന് തന്നെ തല കുനിച്ചങ്ങ് നിൽക്കുകയാണ്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി, നീ പറഞ്ഞത് എന്തായാലും കറക്റ്റായിട്ടുള്ള പോയിന്റാണ്. അല്ലെങ്കിലും സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും എല്ലാം നമ്മുടെ ഗുണത്തിനും ദോഷത്തിനും കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലൊരു സുഹൃത്താണ്. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചന്ദ്രമതിയെ നോക്കിയിട്ട് സച്ചി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് സിദ്ധാർത്ഥിന് നല്ല ദേഷ്യമാണ് വരുന്നത്. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ദേ അമ്മേ, എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്ന ഒന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് എന്നെ കിട്ടില്ല. മര്യാദയ്ക്ക് ഇവരോട് പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ട് ശിവനോട് പോകാൻ പറയുകയാണേ. അമ്മ തന്നെ ഇയാളെ ഇറക്കി വിടണോ അതോ ഞാൻ ഇറക്കി വിടണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ഭാമ ഇങ്ങനെ ആ ശിവനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട്, ദേ അമ്മേ, അമ്മ ഇപ്പം തീരുമാനിക്കണം, അമ്മയ്ക്ക് ആ ഇരിക്കുന്ന ആൾ വേണോ ഞാൻ വേണോ എന്ന്. ഒഴികെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഓപ്ഷൻ ഇട്ട് കളിക്കുകയാണോ? അതിനുശേഷം ഭാമയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, ആൻറ്റി വേറെ ഒന്നും ചിന്തിക്കണ്ട. ആൻറ്റിക്ക് ന്യായമെന്ന് തോന്നുന്നത് ആൻറ്റി പറയുക. ആൻറ്റിക്ക് സത്യമെന്ന് തോന്നുന്നത് മറ്റൊന്നും ചിന്തിക്കാതെ ആൻറ്റിക്ക് തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതിയും പറയുന്നുണ്ട്, അതെ ആൻറ്റി, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. നമുക്ക് എപ്പോഴും നന്മയുള്ള കാലത്ത്, സന്തോഷമായിട്ടുള്ള കാലത്ത് നമ്മുടെ കൂടെ ആരാണോ നിൽക്കുന്നത് സത്യത്തിൻ്റെ കൂടെ തന്നെ ആൻറ്റി നിലകൊള്ളണം. മറ്റാരെക്കുറിച്ചും ചിന്തിക്കാതെ ആൻറ്റിക്ക് നല്ലതെന്ന് തോന്നുന്നത് ആൻറ്റിയുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള തീരുമാനം ആൻറ്റിക്ക് എടുക്കാമെന്നിങ്ങനെ രേവതിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഭാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ആൻറ്റി, സ്വന്തം മകനോടുള്ള സ്നേഹമാണ് ആൻറ്റിയുടെ ഈ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര്. ആൻറ്റി എന്ത് തീരുമാനം എടുത്താലും ആൻറ്റിയുടെ കൂടെ ഞങ്ങളുണ്ടാവും. ഒരാണും ഒരു പെണ്ണും കൂടി നിന്ന് സംസാരിച്ച് നിന്നാലും അത് എത്ര നേരം എങ്ങനെയുള്ള ബന്ധമാണെങ്കിലും അത് കാണുന്ന കണ്ണിൻ്റെ പ്രശ്നമാണ് അതെങ്ങനെയുള്ള ബന്ധമാണെന്ന് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖത്തേക്ക് ഇങ്ങനെ സച്ചി പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഭാമ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്ന് സിദ്ധു പറയുന്നുണ്ട്, ദേ അമ്മേ, അമ്മയുടെ തീരുമാനം പെട്ടെന്ന് പറയണം. അമ്മ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വേണം എനിക്ക് പോകാനെന്നേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, കേട്ടില്ല ആൻറ്റി, അവൻ ഇപ്പോഴും പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരിക്കുന്നത്. അമ്മ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേന്നോ അവൻ ചിന്തിക്കുന്നില്ല. അവൻ്റെ ജീവിതം നോക്കി അവൻ ഇപ്പോൾ തന്നെ പോകും. പിന്നെ ആൻറ്റി ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഇവനിപ്പോഴും ആൻറ്റിയോട് അമ്മയോടുള്ള ഒരു യഥാർത്ഥ സ്നേഹവും കരുണയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആൻറ്റി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. ആൻറ്റിയുടേതായ ഉറച്ച തീരുമാനം എടുക്കുന്ന സച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ഭാമയാണെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചതിന് ശേഷം സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ, നീ ഇവിടെ വന്ന് ഈ നിമിഷം വരെ എന്നെക്കുറിച്ച് വായിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇതെല്ലാം ഞാനത് വെള്ളത്തിൽ ഒഴുകിപ്പോയതുപോലെ കളഞ്ഞു. കാരണം എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഒരേ ഒരു മകനായിട്ട്. അപ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും അത് കുറയുകയില്ല. എന്നാൽ ഞാൻ കാരണം നിനക്ക് നാണക്കേടായല്ലേടാ.
ഞാൻ എപ്പോഴും നീ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ, എന്തായാലും ഞാൻ കാരണം ഇനി നിനക്കൊരു നാണക്കേട് വേണ്ടെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് ശിവനെ ഇപ്പോൾ പുറത്താക്കുമെന്നാണ്. ഇത് കേട്ടിട്ട് ചന്ദ്രമതി ഭാമയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഭാമേ, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നീ എന്നോട് ദേഷ്യമൊന്നും കാണിക്കല്ലേ. എന്തായാലും നീ നല്ല തീരുമാനം പറയുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രമതി ഓർക്കുന്നേ, ഇപ്പം മകന് വേണ്ടിയിട്ട് ശിവനെ അങ്ങ് പുറത്തേക്കാക്കും, താൻ പറഞ്ഞത് വലിയ കാര്യമാക്കി എടുക്കുമെന്നൊക്കെയാണല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശിവന് അപ്പോഴേക്കും അങ്ങ് എഴുന്നേക്കാണ് കേട്ടോ. ഭാമേ, എന്തായാലും ഞാൻ കാരണം നിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ കാരണം ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വേണ്ട, ഞാൻ പോയിക്കോളാന്നും പറഞ്ഞിട്ട് ശിവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ഭാമ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ദേ നിക്ക് ശിവൻ, നിങ്ങൾ എങ്ങോട്ടേക്കും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് നമ്മൾ മാത്രം ബോധ്യപ്പെട്ടാൽ മതി. മറ്റാരെയും അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഥ പറയുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ജീവിക്കണമെന്നൊരാഗ്രഹവും എന്നെക്കുറിച്ചൊരു ചിന്തയും തന്നെ വരുന്നത്. എന്തായാലും അച്ഛൻ, അമ്മ, മക്കൾ ഇവരാരെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ നല്ല സുഹൃത്തെന്ന് പറയുന്നത് നമുക്ക് സെലക്റ്റീവാണ്. ദേ നോക്ക് ശിവൻ, നിങ്ങൾ എൻ്റെ കൂടെ എന്നും എൻ്റെ ജീവിതത്തിൽ നല്ലൊരു സുഹൃത്തായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുകയാണേ. ഇത് കേട്ടിട്ട് സിദ്ധു അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്കമ്മേ, അമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? ദേ നോക്ക് സിദ്ധു, നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാൻ നാണക്കേടാണെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണ്ട. എന്നാൽ നല്ല ബന്ധങ്ങൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നീ അത് തുടരുക. എന്നാൽ നല്ല സുഹൃത്ത് ബന്ധം അത് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാനങ്ങ് പറഞ്ഞേക്കാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് നിനക്ക് എന്ന് തോന്നുന്നോ അന്ന് നിനക്ക് എൻ്റെ അടുത്തേക്ക് തേടി വരാം. എൻ്റെ മനസ്സും ഈ വീടിൻ്റെ വാതിലും നിനക്ക് വേണ്ടി എന്നും തുറന്ന് തന്നെ കിടപ്പുണ്ടാവും. ഇപ്പോൾ നിനക്ക് പോകാമെന്നിങ്ങനെ പറയുകയാണേ. പാമയുടെ ആ കടുത്ത തീരുമാനം കേട്ടിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് കൈ കൊട്ടുകയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, നല്ല തീരുമാനം ആൻറ്റി. എന്തായാലും സ്വന്തം മകനാണെങ്കിൽ പോലും തെറ്റായിട്ട് സംസാരിക്കുന്നതിനെ അംഗീകരിച്ചു കൊടുക്കാതെ നമ്മുടെ ഉറച്ച തീരുമാനം ഉണ്ടല്ലോ, അത് എന്നും ആൻറ്റിക്ക് നല്ലതേ ഉണ്ടാവൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞെന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്കമ്മേ, ഞാൻ പോവാണ്. ഞാൻ ഒറ്റയൊരു മകനെ നിങ്ങൾക്കുള്ളൂവെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൊള്ളി വിൽക്കാൻ പോലും പിന്നീട് ഞാൻ കാണില്ല എന്ന് പറയുന്നുണ്ടേ. എന്നാൽ നിങ്ങൾക്ക് മക്കൾ ആരുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ അനാഥ പ്രേതം പോലെ ഇവിടെ കിടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഭാമ പറയുന്നുണ്ട്, നീ ഇപ്പൊ തന്നെ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. എന്നെ പൊന്നുപോലെ നോക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ സച്ചിയും രേവതിയും ഉള്ളിടത്തോളം കാലം അവർ തന്നെയായിരിക്കും എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് ഭാമ തന്നെ പിടിച്ചിട്ട് സിദ്ധാർത്ഥിനെ അങ്ങ് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ. അതിനുശേഷമായിട്ട് ഭാമയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്രയെന്നൊരു വിളി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രശ്നം മൊത്തത്തിൽ വഷളായെന്ന് കണ്ടിട്ട് ചന്ദ്രയുടെ കൂടെ വന്ന ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, അവരവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുന്നുണ്ട്. ഭാമയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ചന്ദ്രേ, ഞാൻ തെറ്റായിട്ട് തിരഞ്ഞെടുത്ത ഒറ്റ തീരുമാനമേ ഉള്ളൂ, നീ എന്ന് പറഞ്ഞ ഒറ്റ സുഹൃത്ത്. അതാണ് എൻ്റെ ജീവിതത്തിലെ തെറ്റായ തീരുമാനം എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് വല്ലാണ്ട് വിഷമാവുന്നുണ്ട്. ഭാമയെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ ഭാമ പറയുന്നുണ്ട്, ദേ ചന്ദ്ര, നീ ഇനി വാ തുറന്ന് എൻ്റെ അടുത്ത് ഒരക്ഷരം മിണ്ടി പോരുത്. നീ എന്ത് തെറ്റ് ചെയ്താലും നീ കാട്ടിക്കൂട്ടിയതിനെല്ലാം ഞാൻ നിന്റെ കൂടെ കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. കാരണം നീ എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ നീ അങ്ങനെയല്ല ചിന്തിച്ചത്. എൻ്റെ മകനെ ഉപയോഗിച്ച് തന്നെ നീ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചല്ലേ. ഭാമേ, ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണേ. വേണ്ട ചന്ദ്രേ, നീ ഇനി എൻ്റെ അടുത്ത് ഒരക്ഷരം മിണ്ടണ്ട. നീ ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു നല്ല ഫ്രണ്ടല്ല. രേവതി പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് ഇരുന്നിട്ട് നീ എനിക്ക് ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തത്. അതിനുശേഷം ഭാമ വീണ്ടും പറയുന്നുണ്ട്, ഞാനിനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇനി ഞാനും നീയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഡാൻസ് ക്ലാസ് സ്കൂളെന്നും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് നിന്നെ കണ്ടുപോയേക്കരുത്. മര്യാദയ്ക്ക് നിന്റെ എടുക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്നും പറഞ്ഞിട്ട് ഭാമ ചന്ദ്രമതിയെ അങ്ങ് ആട്ടി ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതിയാണെങ്കിൽ ആ ബാഗും ഒക്കെ എടുത്തിട്ട് ഭാമയുടെ വീടിൻ്റെ പടി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി സച്ചിയും രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്.
അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പോയി കഴിയുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് വിങ്ങിപ്പൊട്ടി കരയാണ് കേട്ടോ ഭാമ. അപ്പോഴേക്കും സച്ചിൻ രേവതിയും കൂടിയിട്ട് എന്താ ആൻറ്റി വിഷമിക്കാതെ എല്ലാം നല്ലതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി. അങ്ങനെ ആ ഒരു ആശ്വാസത്തിൽ ഭാമ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചന്ദ്രമതിയുടെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഭാമയെടുത്ത തീരുമാനം ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി വേണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.